നമസ്കാരം. ഇന്ന് നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാം. നമുക്ക് ഏവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതും നല്ല ഓർമ്മകൾ നൽകുന്നതുമായ നമ്മുടെ പൊതിച്ചോറ് വളരെ പെട്ടെന്ന് വളരെ രുചികരമായ രീതിയിൽ നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മളിത് കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അതിന് ഈ കപ്പിന് ഒരു 2 കപ്പ് പാലക്കാടൻ മട്ട അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വയ്ക്കാം. കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും വെള്ളത്തിൻ്റെ അളവ് നമ്മളുടെ ഈ ഹാൻഡിലിൻ്റെ ഈ നട്ടിൻ്റെ താഴെ വരെ വരാവുള്ളൂ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 വിസിൽ കേൾക്കുന്നിടം വരെ നമുക്ക് കുക്ക് ചെയ്യാം. കുക്കറിൻ്റെ ആവിയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടപ്പ് തുറന്ന് ഇതിനെ ഒരു കണ്ണപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കുക്കറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുക്കർ ഒന്ന് കറക്കി അതും കൂടെ ഈ ചോറിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി കുറച്ച് ചൂടുവെള്ളം കൂടെ നമുക്ക് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ കണ്ണപ്പയെ നമ്മുടെ കുക്കറിന് മുകളിലേക്ക് തന്നെ വെള്ളം വാലാൻ വേണ്ടിയിട്ട് വയ്ക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ പോയി നമ്മുടെ അരി നല്ല ഭംഗിയായിട്ട് ഇരിക്കും. ഇനിയും നമുക്ക് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. പച്ചമാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തിരികെ വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ചെറിയ കഷ്ണം ഇഞ്ചി ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങാ ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് മീനൊന്ന് പുരട്ടി വയ്ക്കാം. അതിന് കഴുകി വെച്ചിരിക്കുന്ന മീനിൻ്റെ മുകളിൽ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, അല്പം വെള്ളം ഇവ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് മീനിൻ്റെ മുകളിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. അതിൻ്റെ വിടവുകളിലൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് അതൊന്ന് നന്നായിട്ട് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റെങ്കിലും നമുക്ക് മാറ്റി വയ്ക്കാം. മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അല്പം എണ്ണ പാനിലേക്ക് ഒഴിച്ച് നമ്മുടെ മീനിനെ വറുത്തെടുക്കാം. തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് അതിൻ്റെ പുറമൊന്ന് ക്രിസ്പിയാവുന്നിടം വരെ നമുക്ക് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ഈ വറക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. വീടിനകത്ത് മീൻ വറക്കുമ്പം സ്മെല്ല് വരാതിരിക്കാനാണ് നമ്മൾ ഈ കറിവേപ്പില ഇട്ട് കൊടുത്തത്. 2 സൈഡും വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ മീൻ വറുത്തത് റെഡിയായി കഴിഞ്ഞു.
ഇനി നമ്മുടെ പൊതിച്ചോറിൻ്റെ മറ്റൊരു പ്രധാനിയായ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കി നോക്കുന്നത്. ഉരുളക്കിഴങ്ങിനെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് എണ്ണ ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം. ഉരുളക്കിഴങ്ങ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അടപ്പ് മാറ്റിയിട്ട് തീ കുറച്ചുകൂടെ കൂട്ടിയിട്ട് അതിനെ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ മാറ്റിയിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയാണ്. ഇനി പാലക് തോരൻ ഉണ്ടാക്കാം. പാനിൽ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള, 2 പച്ചമുളക്, പിന്നെ നമ്മൾ അരിഞ്ഞ പാലക്കും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം തേങ്ങ ചിരകിയതും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഇതിനെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒരുമിച്ചാക്കിയെടുക്കാം. നമ്മൾ ഈ മുട്ട ഇതിൽ ചേർത്തുനിന്ന് പോലും പിന്നെ അറിയത്തില്ല, അതുപോലെ ആവും, നന്നായിട്ട് മിക്സ് ആവും. ഇപ്പം നമ്മുടെ പാലക്ക് തോരനും റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് ഓംലെറ്റും കൂടെ ഉണ്ടാക്കാം. ഒരു മുട്ട, അല്പം കുഞ്ഞുള്ളി, കറിവേപ്പില അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഇച്ചിരി തേങ്ങ, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് പാനിൽ ഒരല്പം വെളിച്ചെണ്ണ തൂവാം. എന്നിട്ട് അതൊന്ന് തേച്ച് കൊടുക്കാം. ഈ എണ്ണ പാനിൽ എല്ലാ ഭാഗത്തേക്കും ആക്കുക. എന്നിട്ട് നമ്മുടെ ഓംലെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓംലെറ്റ് റെഡിയാ. ഇനി നമുക്ക് നമ്മുടെ വാഴയില ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ പുറകിൽ കട്ടിയുള്ള ആ തണ്ടിൻ്റെ ഭാഗം കുറച്ച് നമുക്കൊന്ന് മുറിച്ച് കളയാം. എന്നിട്ട് തീയിലേക്ക് വെച്ച് ഇല മുഴുവനെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. തുടച്ചിട്ട് വേണേലും വാട്ടാം. ഞാനിവിടെ ഇപ്പം തുടയ്ക്കാതാണ് വാട്ടുന്നത്. വാട്ടിക്കഴിഞ്ഞിട്ട് തുടച്ചെടുത്താലും മതി. എന്നിട്ട് നമ്മുടെ ചോറ് വയ്ക്കാൻ നമുക്കതിലേക്ക്, ചോറിൻ്റെ ചൂട് പോയിട്ടില്ല, ആവി പറക്കുന്നത് കാണാം. ചമ്മന്തി, ഓംലെറ്റ്, മീൻ, തോരന്, മെഴുക്കുവരട്ടി, വേണമെങ്കിൽ നമുക്കിച്ചിരി കടുമാങ്ങയും കൂടെ വെക്കാം. അപ്പം നമുക്കിനി ഇത് പൊതിഞ്ഞ് വെക്കണം. 2 വശവും വളരെ കെയർഫുള്ളായിട്ടൊന്ന് പിടിച്ച് ഒന്ന് മടക്കിയെടുക്കാം.
ഇനി നമുക്കൊരു പേപ്പർ കൂടെ കൊണ്ട് ഇതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വേണം നമ്മളിത് കഴിക്കാൻ, എന്നാലേ അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ പൊതി എങ്ങനെ ഇരിക്കുന്നു നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പൊതിച്ചോറ് നമ്മൾ തുറന്ന് നോക്കുകയാണ്. നല്ല മണമാണ്. ഈ വാട്ടിയ ഇലിങ്ങനെ ചോറ് പൊതിഞ്ഞിട്ട് ഇതൊന്ന് തുറക്കുമ്പോഴത്തേക്കോ എന്തോ മണമാണ്. നമ്മുടെ നാടിൻ്റെയും വീടിൻ്റെയും നമ്മുടെ അമ്മയുടെയൊക്കെ ഒരുപാട് ഓർമ്മകൾ ഉണർത്തുന്ന ഈ പൊതിച്ചോറിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ വീണ്ടും കാണാം. ഇനി കാണും വരെയും ടേക്ക് കെയർ ആൻഡ് ബൈ. Please don't forget to like and subscribe.